നൈറ്റ് സിനിമ ഞാൻ കണ്ട് എനിക്ക് ഏറ്റവും ആകർഷിക്കപ്പെട്ടിട്ടുള്ള സിനിമ, ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ അത് മേഘതാ താരയായിരിക്കും എന്നെ കൊത്തിയ സിനിമ. അതൊരു ബംഗാളി സിനിമയാണത്. ഞാൻ ലേറ്റ് നൈറ്റിലുള്ള ഒരു ടെലിവിഷനിൽ കണ്ട ഒരു പടമാണ് അത്, ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ഞാൻ ആ സിനിമയുടെ 16mm പ്രിൻ്റ് കണ്ടു, ആ സിനിമയുടെ 35mm പ്രിൻ്റ് കാണാൻ വേണ്ടി ഞാൻ പോയി. അപ്പോൾ എനിക്ക് അതിനോട് അത് വളരെ ആകർഷകം, അന്ന് ക്യാച്ച് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ അങ്ങനെ വളരെ ചെറുപ്പത്തിലെ തന്നെയാണ് സിനിമയോടുള്ള ആഗ്രഹം തുടങ്ങിയത്. പിന്നെ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചെറുപ്പത്തിലേ തന്നെ തുടങ്ങി. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, അതിനുള്ള പ്രിപ്പറേഷൻ ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പാണ് എടുക്കുന്നത്. അതിൻ്റെ കാരണം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടണമെങ്കിൽ പ്രീ ഡിഗ്രി സയൻസ് ഗ്രൂപ്പ് വേണമെന്നുള്ളതുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഫിലിമിനോടുള്ള ഒരു പാഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നടന്ന് സിനിമ കാണലായിരുന്നു പരിപാടി. ഞാൻ ജനിച്ചതിന് മുമ്പുള്ള സിനിമകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ, ക്ലാസിക്കുകളും ഒക്കെ ഇങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ ഇങ്ങനെ കണ്ടു നടന്നു. അത് കഴിഞ്ഞ് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. അങ്ങനെ സിനിമയ്ക്ക് ഞാൻ വളരെ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് സിനിമേൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. വിത്ത് പാഷൻ. തങ്കപ്പാപ്പ എന്ന് പറയുന്ന തമിഴ് സിനിമേൻ്റെ അകത്ത് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിക്കൊണ്ടാണ് ആദ്യമായിട്ട് ഞാൻ സിനിമേൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ട് തിരക്കഥ എഴുതുന്ന സിനിമ, ആദ്യമായിട്ട് തിരക്കഥ എഴുതി പുറത്തു വരുന്ന സിനിമ രണ്ടാം ഭാവം. തിരക്കഥ എന്നൊരു ഐറ്റം ഞാൻ അതിനേക്കാൾ മുമ്പേ, ഞാനൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ ഞാൻ പലതരത്തിൽ തിരക്കഥകൾ എഴുതാൻ വേണ്ടി ഞാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പുറത്തു വരുന്നത് രണ്ടാം ഭാവമാണ്. രണ്ടാം ഭാവത്തിൻ്റെ മുമ്പേ ഞാനൊരു തമിഴിലൊരു സിനിമ എഴുതി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു. മഴ വരെ പോകരുത് എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആ സിനിമ നടന്നില്ല. അപ്പോൾ അതിൻ്റെ തിരക്കഥയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം എഴുതിയിരുന്നത്. അത് തമിഴാണ്. അത് കഴിഞ്ഞ് പിന്നെ മീശ മാധവൻ, പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ഞാൻ വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ചെയ്ത സിനിമകളൊക്കെ ഒരു സബ്സ്റ്റാൻഷ്യലായി എന്നുള്ളത് എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു ഭാഗ്യമാണ്. എല്ലാവരും എടുത്തു പറയുന്ന സിനിമകളായി മാറി എന്നുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ചെയ്ത സിനിമകളിൽ ഏറ്റവും ഫേവറേറ്റ് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു ഉത്തരമില്ല. ഒന്ന്, അതായത് കടലിൽ നീന്തി കഴിഞ്ഞാൽ പിന്നെ ഉപ്പുകാറ്റ് ആസ്വദിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന പോലെ, ഉപ്പുകാറ്റിനൊരു ഒരു അസ്വസ്ഥത ഉണ്ടാവും. നമ്മൾ കടലിൽ നീന്തി നേരെ ഇരുന്നിട്ട് കടപ്പുറത്തേക്ക് കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരവസ്ഥ ഉണ്ടാവും. ആ ഒരവസ്ഥ ശരിക്കും എൻ്റെ ഓരോ സിനിമകൾ കാണുമ്പോഴും എനിക്കുണ്ട്. കാരണം ആ സിനിമയുടെ മേക്കിംഗ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സിനിമയുടെ ഒരു പ്രേക്ഷകനല്ല. ഞാൻ ആ സിനിമയെക്കുറിച്ച്, ഒരു സിനിമയെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ പാടില്ല യഥാർത്ഥത്തിൽ. ഇപ്പോൾ റോസ് ഗിറ്റാറിനാൽ ഒരു നല്ല സിനിമയാണ് എന്ന് പോലും ഒരു സംവിധായകനായ ഞാൻ ആ സിനിമയെക്കുറിച്ച് പറയാൻ പാടില്ല. അത് പാടില്ല. കാരണം ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട ആളല്ല, അത് പ്രേക്ഷകൻ പറയേണ്ട ആളാണ്. പക്ഷേ നമുക്കിവിടെ എന്താണെന്ന് വെച്ചാൽ അത് പറയാനൊരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ പറയുകയാണ്. ഞാൻ എൻ്റെ സിനിമ നല്ലതാണെന്നല്ലേ പറയൂ. എൻ്റെ സിനിമ നല്ലതായതുകൊണ്ടാണല്ലോ ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാനത് പറഞ്ഞില്ലെങ്കിൽ, എൻ്റെ ഒരു ജെന്യൂനിറ്റി എൻ്റെ പ്രേക്ഷകരുടെ അടുത്തേക്ക് കൊടുത്തില്ലെങ്കിൽ ഞാനിവിടെ വീണു പോകും. ഞാനിവിടെ വീണാൽ പിന്നീട് എനിക്കൊരു സിനിമ പോലും ചെയ്യാൻ പറ്റില്ല. പല കാരണങ്ങൾ കൊണ്ടും ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻഡസ്ട്രിക്ക് അകത്തുനിന്ന് എനിക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല. അത് എല്ലപ്പോഴും ഉള്ളതാണ്. നമ്മളൊരു പുതിയ തരം സിനിമ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യേണ്ടുന്ന ഒരു പ്രശ്നമാണത്. സിനിമകളുടെ ഒരു വലിയ ഫ്ലഡാണ് ഇപ്പോഴുള്ളത്. ആ വലിയ ഫ്ലഡിൻ്റെ അകത്ത് തമാശയ്ക്ക് സിനിമ ചെയ്യുന്ന കുറേ ആൾക്കാരുടെ സിനിമകളുണ്ട്. തമാശയ്ക്ക് ചെയ്യുന്നവർ, ജെന്യൂനായിട്ട് ഒരു സിനിമയോട് അത്ര സീരിയസ് ആയിട്ടുള്ള അറ്റംപ്റ്റ് അല്ലാത്ത ആൾക്കാർ. അതിനിടയ്ക്ക് സിനിമയെ സീരിയസ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, സിനിമയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ സിനിമകളും ഉണ്ട്. വേറെ ജോലിയൊന്നും ചെയ്യാത്ത ആൾക്കാർ. ഇപ്പോൾ ഞാനായിക്കോട്ടെ, ലാൽ ജോസ് ആയിക്കോട്ടെ, കമലായിക്കോട്ടെ, കമൽ സാറായിക്കോട്ടെ, ജോഷി സാറായിക്കോട്ടെ, സത്യേട്ടനായിക്കോട്ടെ, എല്ലാവരും സിനിമയിലാണ്. എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി മാത്രം സമർപ്പിച്ചിട്ടുള്ളവരാണ് അവർ. ഞങ്ങളുടെയൊക്കെ സിനിമ ഈ കൂട്ടത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. എക്സ്പെരിമെൻ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു 4 പോക്രിത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് എക്സ്പെരിമെൻ്റൽ എന്ന് കേൾക്കുന്ന സമയത്ത് ദേഷ്യമാവും. അത് നമ്മൾ ഒരു ജെന്യൂനായിട്ട് നടത്തുന്ന ഒരു എക്സ്പെരിമെൻ്റൽ സിനിമേനെ അത് ബാധിക്കും, അല്ലേ? അതുകൊണ്ടാണ് ഗൗരവമായിട്ട് സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വെന്യൂ കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളത്. എൻ്റെ ജീവിതയാത്രയിൽ സിനിമ ചെയ്യാനുള്ള ഞാൻ നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾക്കിടയിൽ എനിക്കുണ്ടായിട്ടുള്ള കണ്ടെത്തലുകൾ, അല്ലെ എൻ്റെ വെളിപാടുകളായിട്ടുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ പറയുന്നു. ആ പറയുന്നത് ചിലപ്പോൾ ഈ ടി വിയിലെ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ അങ്ങറ്റത്തിരിക്കുന്ന ഏതോ ഒരു കുട്ടി, പണ്ട് മേഘതാ താര കണ്ട് ആശ്ചര്യപ്പെട്ട 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്ന എന്നെപ്പോലെയുള്ള ഏതോ ഒരു കുട്ടിക്ക് എന്തോ ഒരു ഇൻസ്പിറേഷൻ അവിടെ കൊടുക്കുന്നുണ്ടെങ്കിലും ഗുണമല്ലേ? അങ്ങനെ എന്തെങ്കിലും ഗുണം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ കൊണ്ട്. എൻ്റെ ഈ കാലത്തിനിടയ്ക്ക് ഞാൻ വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാൻ വേണ്ടി എന്നും ശ്രമിച്ചിട്ടുള്ള ആളായതുകൊണ്ട് കുറച്ച് തീവ്രവും തീക്ഷ്ണവുമായ അനുഭവങ്ങൾ എൻ്റെ യൗവനകാലത്തിൽ എനിക്ക് കൂടുതലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ആരുടെയും കുറ്റമല്ല.
അത് സിനിമയുടെ കുറ്റമല്ല, അത് നാടിൻ്റെ കുറ്റമല്ല, അത് എൻ്റെ പ്രത്യേകമായ പ്രശ്നമാണ്. കാരണം എനിക്ക് ഓരോ സിനിമയും പുതിയതായിരിക്കണമെന്നുണ്ട്. അതെൻ്റെ മാത്രം പ്രശ്നമാണ്. അത് പ്രേക്ഷകർക്ക് അറിയേണ്ടതില്ല. അവർ മീശമാധവൻ കണ്ടു കഴിയുന്ന സമയത്ത് അവർക്ക് അതുപോലൊരു സിനിമ വീണ്ടും കാണാൻ അവർ ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല, അവരാഗ്രഹിക്കുന്നതിൽ. പക്ഷേ മീശമാധവൻ പോലൊരു സിനിമ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. മീശമാധവൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യണമെങ്കിൽ അതിന് ലാൽ ജോസ് വേണം, അതിന് ദിലീപ് വേണം, അതിന് ഒരുപാട് കാര്യങ്ങൾ വേണം. അന്നത്തെ മനസ്സ് വേണം, അന്നത്തെ ആവശ്യങ്ങൾ വേണം, അന്നത്തെ സാഹചര്യങ്ങൾ വേണം. അതെല്ലാം തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് മറ്റൊന്നാണത്. ഇപ്പോൾ ഇന്ന് പുതിയൊരു സിനിമ ഉണ്ടാവും, ചിലപ്പോൾ ഞാനും ലാൽ ജോസും ദിലീപും കൂടെ കൂടിയാൽ ഒരു സിനിമ ഉണ്ടാവും. പക്ഷെ അത് മീശമാധവൻ പോലൊരു സിനിമയായിരിക്കും നമുക്ക് പറയാൻ പറ്റുമോ? അത് ഒരു ഭയങ്കര മണ്ടത്തരായിരിക്കും നമ്മളങ്ങനെ ചിന്തിച്ചാൽ.